ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്ന വധഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് ലക്ഷ്യമിട്ട് വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുമെന്ന ഭാഷയിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രചരിക്കുന്നത് സാധാരണ സംഭവമായി കാണാൻ സാധിക്കുന്നതല്ല. അതിലും ഗുരുതരമാകുന്നത് ഈ ഭീഷണി ഉയർത്തുന്ന വ്യക്തി ഹിന്ദുത്വ സംഘടനയായ കർണി സേനയുടെ പ്രവർത്തകനായി വിശേഷിപ്പിക്കുകയും അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഭക്തൻ എന്ന് സ്വയം പറയുകയും ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് വെറും യാദൃശ്ചികമായി കാണാൻ സാധിക്കുന്നതല്ല. അതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. 24 മണിക്കൂറിനുള്ളിൽ 25 കോൺഗ്രസ് എംപിമാരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വെടിവെക്കുമെന്ന ഭീഷണി ഒരു വ്യക്തിയുടെ മാനസിക വൈകല്യമായി മാത്രം തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. മറിച്ച് അതൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്ന വധഭീഷണി ഉയരുമ്പോൾ അതിനെതിരെ നിയമം അതിവേഗം പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ആ വീഡിയോ പ്രചരിച്ചിട്ട് പോലും അറസ്റ്റ് വളരെ വൈകിയാണ് ഉണ്ടായത്. ഡൽഹി പോലീസിനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും ടാഗ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ നടപടി ആവശ്യപ്പെടുമ്പോഴും അപ്പോഴൊക്കെ ഭരണകൂടത്തിൻ്റെ മൗനമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ സംശയങ്ങൾക്ക് ഇടവരുത്തുന്നതാണ്. മുമ്പ് സമാനമായ ഒരു സംഭവത്തിൽ കേരളത്തിൽ BJP നേതാവിനെതിരെ കേസെടുത്തിരുന്നു. അത് നിയമത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനമാണത്. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ടായില്ല? ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നിറം നിയമപ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഉയരുകയാണ്. ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഏറ്റവും അപകടകരമായ കാര്യം. കർണി സേന പോലുള്ള സംഘടനകൾ ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പരസ്യമായി കൊലവിളി നടത്തുമ്പോൾ അത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് വിളിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഈ സംഘടനകൾ അവരെ വളരാൻ അനുവദിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിരക്ഷയെക്കുറിച്ചും ചർച്ചകൾ അനിവാര്യമാണ്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ഒരു അപകടകരമായ ഒരു രാഷ്ട്രീയ സംസ്കാരം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. വിമർശനങ്ങളെ അടിച്ചമർത്തുവാനും പ്രതിപക്ഷത്തെ ശത്രുവായി ചിത്രീകരിക്കുവാനും ശ്രമിക്കുന്ന ഒരു പ്രവണത അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ, അപകീർത്തി പ്രചരണങ്ങൾ, ഇപ്പോൾ ഇതുപോലുള്ള വധഭീഷണികൾ അതെല്ലാം ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുന്ന ഇത്തരം വധഭീഷണിയെ അപലപിക്കേണ്ടത് ഒരു അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള സംഘർഷം അത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഭീഷണികളിലേക്ക് മാറുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നാളെ മറ്റാരെങ്കിലും ആയേക്കാം. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പ്രശ്നമായി കാണുന്നില്ല. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. നിയമം ഒരേപോലെ എല്ലാവർക്കും ബാധകമാകണം. രാഷ്ട്രീയ അനുകൂലതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിയമവ്യവസ്ഥ അത് ജനാധിപത്യത്തിന് ഭീഷണിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ അടിയന്തരവും കർശനവുമായ നിയമ നടപടി ആവശ്യമാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം ഭീഷണികൾക്കെതിരെ കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്യേണ്ടത് ഈ ഭരണകൂടത്തിൻ്റെ കടമ കൂടിയാണ്. അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ രാഷ്ട്രീയ ഭിന്നതകൾ ആശയപരമായ പോരാട്ടങ്ങളിൽ നിന്നും ഭീഷണികളുടെയും അക്രമങ്ങളുടെയും നിലയിലേക്ക് മാറിയേക്കും. അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും.